ഹായ് ഫ്രണ്ട്സ്, പൊന്നൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ചെമ്മീൻ കിഴി കെട്ടിയതാണ്. അതുണ്ടാക്കാൻ ഞാനിവിടെ കുറച്ച് വലിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/2 കിലോയോളം ഉണ്ടാകും. ഇതിന് വൃത്തിയാക്കിയിട്ട് വരാം. ചെമ്മീൻ ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവന്നു. ഇതിൻ്റെ തലയൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനി ചെമ്മീനിൽ വേണ്ടുന്ന മസാലയൊക്കെ ആക്കി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 2 സ്പൂൺ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് എരിവുള്ള മുളക് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. കാശ്മീരി മുളക് പൊടി ഇട്ടാൽ നല്ല കളർ കൂടി കിട്ടും. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഉള്ളി. ഞാൻ 2 വലിയ ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ 3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു വലിയ തക്കാളി ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ തയ്യാറാക്കി വെക്കുക. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കടുകിട്ട് അത് പൊട്ടിയ ശേഷം മുറിച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയെല്ലാം ഇട്ട് നല്ലവണ്ണം ഇളക്കണം. കുറച്ച് വാടി വരുന്നത് വരെ ഇളക്കണം. ഇതെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി മുറിച്ച് വെച്ച ഉള്ളിയെല്ലാം ഇതിലിട്ട് കുറച്ച് ഉപ്പ് കൂടിയിട്ട് നന്നായി ഇളക്കുക. കുറച്ച് വാടി വരുന്നത് വരെ ഇളക്കണം. കുറച്ചധികം ഉള്ളി തന്നെ ഇതിന് ആവശ്യമാണ്. ഉപ്പ് നമുക്ക് പിന്നീട് നോക്കിയിട്ട് പാകത്തിന് ഇടാവുന്നതാണ്. ഉള്ളി വാടിയ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ സ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം പോകുന്നത് വരെ ഇളക്കണം. അതിനുശേഷം തക്കാളി മിക്സ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പുളി കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവി തയ്യാറായി. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നല്ലവണ്ണം ഫ്രൈ ചെയ്യേണ്ടതില്ല, ബാക്കി കിഴി കെട്ടിയതിൽ നിന്ന് പാകമായിക്കോളും. ചെമ്മീൻ ഇപ്പോൾ പാകമായി വെന്ത് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഈ ഗ്രേവി ചെറിയ തീയിൽ അടുപ്പിൽ വെച്ച് ഫ്രൈ ചെയ്ത് ചെമ്മീനെല്ലാം അതിലിട്ട് കൊടുക്കുക. അത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ചെമ്മീൻ കുറച്ചുകൂടി ഫ്രൈ ചെയ്തിരുന്നെങ്കിൽ ഇലയിൽ പൊതിയണ്ട എന്നുള്ളവർക്ക് ഇപ്പോൾ തന്നെ കഴിക്കാവുന്നതാണ്. ഇലയിൽ പൊതിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി നമുക്ക് കിട്ടും. ഇനി ഇത് അടുപ്പിൽ നിന്നും ഇറക്കിയ ശേഷം കിഴി കെട്ടാൻ ആവശ്യമായ ഇല നന്നായി വാട്ടിയെടുക്കാം. ഇനി ചെമ്മീനെല്ലാം എടുത്ത് ഇലയിലിട്ട് നന്നായി കെട്ടി കൊടുക്കണം. വാഴനാര് കൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഇല കെട്ടിയിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം തീ നന്നായി കുറയ്ക്കുക. കിഴി കെട്ടിയ ചെമ്മീൻ അതിൽ വയ്ക്കുക. ഇത് ഞാൻ ഒന്നുകൂടി നന്നായി കെട്ടിയിട്ടുണ്ട്. ഞാൻ എടുത്ത ഇല കുറച്ച് ചെറുതായിപ്പോയി. ഇനി ഇത് ചെറിയ തീയിൽ നന്നായി വേവണം. ഇപ്പോൾ നമ്മുടെ കിഴി കെട്ടിയ ചെമ്മീൻ ഇവിടെ റെഡിയായി. സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ആക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ചോറ്, ചപ്പാത്തി, ദോശ അങ്ങനെ എന്തിൻ്റെ കൂടെയും ഇത് കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. താങ്ക്സ്.